ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മളിതേ ഹൈദരാബാദ് യാത്രയൊക്കെ കഴിഞ്ഞ് ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ പോവുകയാണ്. ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഹൈദരാബാദ് പോകണം കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, ഇനി നമുക്ക് US ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ടാണ് ഹൈദരാബാദ് പോകേണ്ടത്. അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങളുള്ളൂ. ആ ദിവസങ്ങൾ കൊണ്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ബന്ധുവീടുകളിൽ പോകാനുണ്ട്, US പർച്ചേസിങ് നടത്താനുണ്ട്. ആകെ ഒരു തിക്കും തിരക്കാണ് ഇനിയുള്ള ദിവസങ്ങളൊക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വീട്ടിലിരിക്കാനായിട്ടൊരു ടൈം ഇല്ലയെന്ന് തന്നെ നമുക്ക് പറയാം. ഫുള്ള് ബിസിയാണ്. അങ്ങനെ ദേ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. പിള്ളേരൊക്കെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണമായിരുന്നു. എല്ലാവരും കൂടി കൂടുമ്പോഴുള്ള ഒരു രസം. വന്നപ്പോഴാണെങ്കിൽ ഫുള്ളും ഈ യാത്രയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നേ, ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ വന്ന് കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പത്തിരി, പൊറോട്ട, ചിക്കൻ കറി, മുട്ട പുഴുങ്ങിയത്, ഏത്തപ്പഴം പുഴുങ്ങിയത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാണ് കഴിച്ചത്. വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂടുള്ളൂ. അപ്പോൾ ഒരുമിച്ചിരുന്നായിരിക്കും ഫുഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ ഫുൾ ഡേ ഇന്ന് വീട്ടിൽ തന്നെ ആക്കാമെന്ന് വിചാരിച്ച്. പിള്ളേരൊക്കെ കൂടി ഒരുമിച്ചിരുന്ന് അങ്ങനെ അതേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതേ പിള്ളേർ പരിപാടിയിലേക്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഡാൻസ് കളിക്കലാണ് ഇന്നത്തെ ഫസ്റ്റത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അനിയൻ്റെ റഹീം അവിടെ ഇരിപ്പുണ്ട്, അതൊക്കെ നോക്കിക്കൊണ്ട് റീൽസ് എടുക്കലാണെന്ന് തോന്നണം പിള്ളേരുടെ ഉദ്ദേശം. ഉമ്മച്ച അതിൻ്റെ ഇടയിൽ ഇതേ ഉച്ചക്കത്തേക്കുള്ള ഓരോ പരിപാടികൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉമ്മ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വെജിറ്റബിൾ കറികളൊക്കെ കുറേ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ വെണ്ടയ്ക്ക തോരനാണ് ഉമ്മച്ചി ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കുറേ വെജിറ്റബിൾ കറികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ബിരിയാണി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. കാരണം വെച്ചാൽ പിള്ളേർക്കൊക്കെ ഏറ്റവും ഇഷ്ടം ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും കൂടി കൂടുമ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ നമ്മൾ ഓർഡർ ചെയ്യും. നല്ല അടിപൊളി ബിരിയാണികളൊക്കെ നമ്മുടെ ഇവിടെ കിട്ടും. ഭക്ഷണം കഴിക്കി. എന്താ കഴിക്കാത്തെ? ആദ്യം തന്നെ ഉമ്മാക്ക് ഫുഡ് കൊടുത്തേ. ഭക്ഷണം കഴിക്കാനൊക്കെ ഉമ്മ ഭയങ്കര പുറകോട്ടാണ്. ഒരുപാട് നേരം ഇങ്ങനെ പറയണം എന്നാലേ കഴിക്കുള്ളൂ. ഹലോ, പിള്ളേരെ കളിയുടെ ഇടയിൽ ഇതേ തല്ലുപിടുത്തവും നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിച്ചേൻ്റെ ആ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ചിരി വരും. പിള്ളേരുടെ ഈ ഒരു തർക്കങ്ങളൊക്കെ പരിഹരിക്കലാണ് മെയിൻ പരിപാടി. അതിൻ്റെ ഇടയിൽ കളിയുമുണ്ട്. അതൊക്കെ കഴിഞ്ഞതേ ഫുഡ് അടി തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് സമയം പോണത്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. കാരണം വെച്ചാൽ ഈ പിള്ളേർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് കിടന്ന് ഓടുമ്പോഴേ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യണത് പിള്ളേരെ ആയിരിക്കും. അങ്ങനെ അതേ അതൊക്കെ കഴിഞ്ഞതേ അടുത്തത് വെള്ളത്തിലായി അടുത്ത കളി. ഏറ്റവും ലാസ്റ്റായിട്ടാണ് കേട്ടോ നമ്മളൊക്കെ ഫുഡ് കഴിക്കാനിരുന്നത്. അത് കഴിഞ്ഞത് ഐസ്ക്രീമിൻ്റെ കഴിക്കലായി. പിന്നെ അടുത്ത പരിപാടി എല്ലാവരും കൂടി കൂടുമ്പോൾ ഇതൊക്കെ ഒരു രസമാണല്ലോ. പിള്ളേർക്ക് ഇത് കൂടുമ്പോഴാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഉള്ളൂ. ഒറ്റക്കൊറ്റൊക്കെ ആകുമ്പോൾ പിള്ളേരൊക്കെ ഭയങ്കര സൈലൻ്റ് ആയിരിക്കും. അപ്പോൾ സൈറൂബിക്കാണെങ്കിൽ എല്ലാവരും കൊണ്ടുപോയിട്ട് ഐസ്ക്രീം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ആരൊക്കെയാണ് എന്തൊക്കെയാണ് കുറേ കഴിക്കുന്നുണ്ടായിരുന്നു ഐസ്ക്രീം. അങ്ങനെ ഐസ്ക്രീം തീറ്റയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞ് പിള്ളേർ ഇതേ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി അടുത്തത് പുറത്താണ്ടോ ഇനി അടുത്ത കളി. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഫുള്ളും മണ്ണും ചെളിയും ഒക്കെ ആയിരിക്കും. ഇപ്പോൾ ടൈലൊക്കെ ഇട്ടുകൊണ്ട് തന്നെ പിള്ളേർക്ക് ഓടി നടക്കാനൊക്കെ ഈ ഒരു ടൈലിൻ്റെ മീതെ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ പിള്ളേരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കളിയാണ് കേട്ടോ. വെള്ളം പിന്നെ അതുപോലെ തന്നെ ഈ ഇലകളൊക്കെ വെച്ചിട്ടുള്ള പരിപാടിയാണെന്ന് തോന്നണം പിള്ളേർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതേ നോക്കിക്കണ്ടേ ഞാൻ കോഴീനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലുള്ള വീഡിയോ ഒക്കെ ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ കൂടൊക്കെ ഞാൻ വിശദമായിട്ട് കാണിക്കുന്ന ഒരു വീഡിയോയൊക്കെ ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ചുള്ളൂ കേട്ടോ കോഴികളും താറാവൊക്കെ. എങ്കിലും ഇതൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഇതുങ്ങൾക്ക് നടക്കാനായിട്ട് കുറച്ച് സ്പേസ് ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, ഇങ്ങനെ നീളത്തിലായിട്ട്. അപ്പോൾ അതുങ്ങൾക്ക് ഓടി നടക്കാനും ഫുഡ് കഴിക്കാനും ഒക്കെ ഉള്ളൊരു സ്പേസാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഗേറ്റ് തുറന്ന് ഇങ്ങനെ വന്നാലേ ഇതുങ്ങളെ കാണാൻ പറ്റുള്ളൂ. കുറച്ച് നേരം അങ്ങനെ ഇതുങ്ങളെ നോക്കി നിന്നിട്ടാ. അപ്പോൾ പിള്ളേരാണെങ്കിൽ അവിടെ കളി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിള്ളേരുടെ കാണിക്കലും കാണുകയും ചെയ്യുക, വീഡിയോ എടുക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചാണ് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഇതുങ്ങളെ നോക്കിയിരുന്ന സമയം പോണതേ അറിയില്ല, എങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ അതേ പിള്ളേർ കളികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതേ വെള്ളമൊക്കെ ബക്കറ്റിൽ നിറക്കണണ്ടില്ലേ. കുറേ ചെടിയുടെ ഇലകളൊക്കെ ഇട്ടിട്ടാണ് പിള്ളേരുടെ പരിപാടി. ഇതൊക്കെ കാണുമ്പോഴത്തേനും നമ്മൾ പണ്ട് കളിച്ച കളികളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല കേട്ടോ. പിള്ളേരെല്ലാവരും കൂടി കൂടുമ്പോഴാണ് ഇങ്ങനെയുള്ള കളികളൊക്കെ കളിക്കുള്ളൂ. അല്ലെങ്കിൽ ഇതിങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. ഒക്കെ ഒറ്റയ്ക്ക് തന്നെ ഇല്ലേ. പിന്നെ മാത്രമല്ല സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും നേരവും ഉണ്ടാവില്ല.
അപ്പം അങ്ങനെയുള്ള ഓരോ കളികളൊക്കെ എന്തായാലും നമ്മളുടെ പണ്ടത്തെ ആ ഓരോരോ കളികളും ആ ഓർമ്മകളൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ഓർമ്മ വരുമല്ലേ. നല്ല കളിയിലാണ് കേട്ടോ പിള്ളേർ. ആകെ ചെടികളുടെയൊക്കെ ഇലകളൊക്കെ പറിച്ചിട്ടാണ് പിള്ളേരുടെ പരിപാടി. ആ ചെറുതിനാണെങ്കിൽ ഭയങ്കര ഹാപ്പി, വെള്ളത്തിലുള്ള കളികളൊക്കെ ഇങ്ങനെ കളിക്കണമായതുകൊണ്ടേ. അങ്ങനെ കുറേ നേരം ഇതൊക്കെ നോക്കി നിന്നിട്ടാ. നല്ല രസമാണ് ഇതുങ്ങളൊക്കെ കളി കണ്ടിങ്ങനെ നിൽക്കാനായിട്ട്. വൈകുന്നേരം വരെ പുറത്ത് തന്നെയായിരുന്നേ. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഇതേ നോക്കിക്കണ്ടേ, വാപ്പിച്ച് നല്ല ചൂട് പൊതിക്കപ്പലണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ അമേരിക്കയിലൊന്നും കിട്ടൂലല്ലോ. അതിനുശേഷം കുറേ വറപുരികളൊക്കെ കഴിച്ചു, ചായ കുടിച്ചു. എല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ വട്ടം കൂടി വർത്താനമൊക്കെ പറഞ്ഞിരുന്നാണ് കേട്ടോ ചായ കുടിയും കാര്യങ്ങളൊക്കെ. സമയം എത്ര പെട്ടെന്നാണല്ലേ രാത്രിയായത്. അതിനുശേഷം എന്തേ വാപ്പിച്ച് കുറേ കോലുമിഠായി പിള്ളേർക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിക്കലായിരുന്നു. അപ്പോൾ ഉമ്മായും ഉരുപ്പുണ്ടിട്ട് അതിൻ്റെ കൂടെ. അപ്പോൾ ഉമ്മാക്കും മിഠായിയൊക്കെ വേണമെന്നും പറഞ്ഞ് അങ്ങനെ എല്ലാവരും കൂടി അതൊക്കെ ഇരുന്ന് കഴിക്കലായി. എന്താണ് ഇന്നത്തെ വീഡിയോ ഫുള്ളും പിള്ളേരെ ഫോക്കസ് ചെയ്ത് തന്നെയായിരുന്നു. അങ്ങനെ അതേ ഡിന്നർ കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ പൊറോട്ട, ചില്ലി ചിക്കൻ, പിന്നെ അതുപോലെ തന്നെ മാംഗോ കട്ട് ചെയ്തത്, കട്ടൻ ചായ, ഇതൊക്കെയായിരുന്നു. പിന്നെ ഇത് സ്പെഷ്യലായിട്ട് ഉമ്മച്ചിയുടെ ഒരു ചെമ്മീൻ ചമ്മന്തിയാണ്, ഉണക്കച്ചെമ്മീനാണ്. അപ്പോൾ ഇത് ചിരട്ടയൊക്കെ ഉമ്മച്ചി തന്നെ റെഡിയാക്കി എടുത്തിട്ടുള്ളൊരു ചിരട്ടയുണ്ട്, അതിലാണ് ഈ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയേക്കണം. അടുത്തായിട്ട് ഇവിടെ ഫേമസ് ആയിട്ടുള്ള സൈലബാൻ എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്ന് വാങ്ങിയ ചോക്ലേറ്റ് കഴിക്കലായിരുന്നേ. അപ്പോൾ ഇത് ഇപ്പോൾ ഇവിടെ മലയാളികൾക്കൊക്കെ ഭയങ്കര ഫേമസ് ആയിരിക്കും. എന്തായാലും എറണാകുളത്ത് ഇത് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. ഭയങ്കര തിരക്കാണ് ഈ ഷോപ്പിൽ പോയി ഈ ഒരു ഡിഷ് വാങ്ങിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ 2 ഡിഷാണ് കേട്ടോ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമ്മൾ അമേരിക്കയിൽ നിന്ന് വന്നുകൊണ്ട് നമുക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു പുതുമയാണ്. ഇവിടെ ഉള്ളവർ ഇതൊക്കെ കഴിച്ച് ഒക്കെ ഇതായിട്ടുണ്ട്. അപ്പോൾ അനസും അങ്ങനെ പോയി വാങ്ങിക്കൊണ്ട് വന്നതാണ് 2 ഫ്ലേവറിലായിട്ട്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ കുനാഫയാണ്. അപ്പോൾ കുനാഫയിൽ ഇങ്ങനെ പല ഇത് ഫ്ലേവറുകൾ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയേക്കണം. എന്തായാലും അടിപൊളി ടേസ്റ്റായിരുന്നു. മധുരം ഇഷ്ടമുള്ളവർക്ക് പറ്റിയിട്ടുള്ളൊരു ഡിഷ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഷോപ്പുണ്ട്, 2 ഷോപ്പ് ഉണ്ടെന്ന് തോന്നണം എറണാകുളത്ത്. ബാക്കിയുള്ള ജില്ലയിലൊക്കെ എങ്ങനെയെന്ന് എനിക്കറിയില്ല. എറണാകുളത്ത് 2 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഷോപ്പിൽ ഭയങ്കര തിരക്കാണ്. കാരണം വെച്ചാൽ നമ്മുടെ അവിടെ ഇങ്ങനെ കോളേജൊക്കെ ഉള്ളതുകൊണ്ടേ ഭയങ്കര തിരക്ക്. എത്ര നേരം നമ്മൾ ക്യൂ നിൽക്കണമെന്ന് പറഞ്ഞാൽ എങ്കിലുള്ളൂ ഈ സാധനം കിട്ടുള്ളൂ. അങ്ങനെ വാങ്ങിക്കൊണ്ട് വന്നാണ്ടോ. എന്തായാലും നല്ല രസമുണ്ടായി. എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു. ഇത് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് തീർന്നു പോയിട്ടാ. പല ഫ്ലേവർ ഉണ്ട്. നമ്മൾ 2 ഫ്ലേവറാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഒരുപാട് ലേറ്റായിട്ട് ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇന്നത്തെ ദിവസം അങ്ങനെ ഭയങ്കര ഒരു തിരക്കുള്ള ദിവസമായി. പ്രത്യേകിച്ച് പിള്ളേരെ കൂടെ ആയിരുന്നു. പിള്ളേരെ എല്ലാവരും കൂടിയപ്പോൾ സമയം പോടതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇന്നത്തെ വീഡിയോ കൂടുതൽ ഞാൻ പിള്ളേരെ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുക ബന്ധുവീടുകളിൽ പോകാമെന്നുള്ളതാണ്. അപ്പോൾ ഒരു ദിവസം കൊണ്ടൊന്നും ആ പോക്ക് നടക്കൂല. പല ദിവസങ്ങളിലായിട്ടൊക്കെ ഓരോരോ വീടുകളിലൊക്കെ ഇങ്ങനെ പോകും. അതൊക്കെ ആ വീഡിയോയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരുമിച്ചാക്കി ഒരു വീഡിയോ ആയിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ പുതിയ വിശേഷവുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.